അക്കങ്ങളെയും അക്ഷരങ്ങളെയും പരിചയപ്പെടുത്തലാണ് എൽ.പി. സ്കൂളുകൾ ചെയ്യുന്നതെന്നും വിദ്യാർത്ഥികളുടെ ഫൗണ്ടേഷൻ അതാണെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. എലപ്പുള്ളി വേങ്ങോട് എൽ.പി. സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിയമസഭാ സ്പീക്കർ. വിദ്യാർത്ഥികളുടെ പുരോഗതിക്ക് അധ്യാപകരുടെ ക്ഷമയും മാതാപിതാക്കളുടെ സന്ദർശനവും അന്വേഷണവും അത്യാവശ്യമാണെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. എൽ.പി. സ്കൂൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അക്കങ്ങളെയും അക്ഷരങ്ങളെയും പരിചയപ്പെടുത്തണം. അക്കങ്ങളെയും അക്ഷരങ്ങളെയും കൃത്യമായി പരിചയപ്പെടുത്തി നമുക്ക് പോകാൻ സാധിക്കണം. ഇതാണല്ലോ ഫൗണ്ടേഷൻ. ഇവിടെ കെട്ടിപ്പൊക്കുന്ന കെട്ടിടം ഈ ഫൗണ്ടേഷൻ ശക്തമല്ലെങ്കിൽ ഇവിടെ കെട്ടിപ്പൊക്കി ഏത് കെട്ടിടവും പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഈ എൽ.പി. സ്കൂൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫൗണ്ടേഷൻ വളരെ ഭദ്രമായിരിക്കണം. ഇത് എൽ.പി. സ്കൂളാണ്. ഈ എൽ.പി. ക്ലാസ്സിനകത്ത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ടീച്ചർമാർ നല്ല ക്ഷമാപൂർവ്വം പഠിപ്പിക്കേണ്ടി വരും. രക്ഷിതാക്കൾ ഇന്ന് വന്ന പോലെ ഇടക്കിടക്കേണ്ടി വരണം. നീപ്പേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ 1ാം ക്ലാസ്സിൽ കൊണ്ടൊന്നും ചേർത്ത് നിങ്ങൾ പണി കഴിഞ്ഞിട്ടില്ല. ചിലരെങ്ങനെ വെച്ചാൽ ഇപ്പൊ നമ്മൾ സ്കൂൾ കൊണ്ട് ചേർത്തില്ല, ഇങ്ങനത്തെ പണി അല്ല. 1ാം ക്ലാസ്സിൽ ചേർക്കുന്നതിനപ്പുറത്ത് കൃത്യമായി നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് മനസ്സിലാക്കാൻ 2 ആഴ്ച കൂടുമ്പോൾ രക്ഷിതാക്കൾ വരണം. ടീച്ചറോട് ചോദിക്കണം എന്തിന്റെ മകന്റെ സ്ഥിതി. ആ നിലയിൽ നിങ്ങൾ നന്നായി ഇടപെടാൻ സാധിക്കണം. മലമ്പുഴ എം.എൽ.എ. എ. പ്രഭാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. രേവതി ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സമഗ്ര ശിക്ഷ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എം.ആർ. മഹേഷ് കുമാർ വർണ്ണക്കൂടാരം പദ്ധതിയെ സംബന്ധിച്ച് വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എം. പത്മിനി, ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെ. മഹേഷ്, എലപ്പുള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ്. സുനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മെമ്പർമാർ, PTA പ്രസിഡന്റ് ബി. ഹരിദാസ്, SMC ചെയർമാൻ എസ്. ഷാജഹാൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിദ്യാഭ്യാസ ഓഫീസർമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക വി. കെ. മിനിമോൾ നന്ദി പറഞ്ഞു. എ. പ്രഭാകരൻ എം.എൽ.എയുടെ ഇടപെടലാണ് പുതിയ കെട്ടിട നിർമ്മാണം സാധ്യമാക്കിയത്. കെട്ടിട നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.